നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. പലരും നമ്മുടെ ചാനലിലൂടെയും ചാനലിൻ്റെ വീഡിയോകളിലെ കമൻറ്റുകളിലൂടെയും അതുപോലെ തന്നെ മെസ്സേജുകളിലൂടെയും എല്ലാം ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്തത്? താങ്കൾക്കൊരു സാമൂഹിക പ്രതിബദ്ധതയില്ലേ എന്നെല്ലാം. തീർച്ചയായിട്ടും അവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും വളരെ സ്നേഹപൂർവ്വം തന്നെ എനിക്ക് പറയാനുള്ളത്, സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാഞ്ഞിട്ടല്ല മുല്ലപ്പെരിയാറിനെ കുറിച്ച് വീഡിയോ ചെയ്യാത്തത്. മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള അറിവ് എനിക്കില്ലാഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ ഏതൊരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന വിഷയത്തിൽ ഒരു നീതി പുലർത്താറുണ്ട്. ആ വിഷയത്തോട് ഒരു നീതി പുലർത്താറുണ്ട്. അതായത് ആ വിഷയത്തിൻ്റെ, അത് ഏതുമായിക്കോട്ടെ, അത് ഹിപ്നോസിസ് ആയിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് ആധികാരികമായിട്ട് ലഭിക്കാവുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും അതേക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എൻ്റേതായിട്ടുള്ള അറിവുകളും എൻ്റേതായിട്ടുള്ള നിഗമനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാറുള്ളൂ. പക്ഷേ മുല്ലപ്പെരിയാർ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, വാസ്തവത്തിൽ എൻ്റെ വിഷയമല്ലാതെ എൻ്റെ അറിവിന് പുറത്തുള്ള ഒരു കാര്യമാണ്. രണ്ട്, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. ചാനലിലെ കണ്ടൻറ്റുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് അത് ഓക്കെ. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയം എന്നുള്ള വിധത്തിൽ തീർച്ചയായിട്ടും അതിന് സ്ഥാനം കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ട് അറിവിൻ്റെ ഒരു പരിമിതി ഉണ്ട്. ഞാൻ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വീഡിയോ ചെയ്താലോ എന്നുള്ള വിധത്തിൽ കുറച്ച് പഠനങ്ങൾ നടത്തി, വളരെ പ്രാഥമികമായിട്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ആരൊക്കെയോ അതുപോലെ തന്നെ ഏതൊക്കെയോ ഓൺലൈൻ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്, അതിൻ്റെ സാറ്റലൈറ്റ് വ്യൂവിൽ കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സാറ്റലൈറ്റ് വ്യൂവിൽ കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത്. അതായത് ഡാം ഒരല്പം മുന്നിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്, തള്ളി നിൽക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം. അത് ഒരു വലിയ പ്രശ്നമായിട്ട് പലതിലും പറയുന്നുണ്ട്. അതേസമയം തന്നെ മറ്റു ചില മാധ്യമങ്ങളിൽ അതിൻ്റെ മറ്റൊരു വിധത്തിലുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും പങ്കുവെച്ചു കണ്ടു. അതായത് അത് സാറ്റലൈറ്റ് വ്യൂവിലുള്ള ഒരു കുഴപ്പം മാത്രമാണ്, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു തകരാറ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നും അതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു പിൻബലമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് വിമാനത്താവളങ്ങളിലെ റൺവേ കിലോമീറ്ററുകളിലോളം നേർരേഖയിൽ നിലനിൽക്കുന്ന സമയത്തും നമ്മളതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ നോക്കുകയാണെങ്കിൽ അതിനും ഇതുപോലെ തന്നെ ഒരു ചരിവ്, ഒരു വളവ് കാണാം എന്നുള്ളതാണ്. എനിക്കതിൻ്റെ ആധികാരികതയെക്കുറിച്ച് സത്യമായിട്ടും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആധികാരികമായിട്ട് അറിയാമെങ്കിൽ, ദയവായിട്ട് അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ശരിയായിട്ടുള്ള അറിവ് മാത്രം. ഞാൻ ശരിയായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള അറിവില്ല എങ്കിൽ വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിൽ വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ തീർച്ചയായിട്ടും ഞാൻ ബാധ്യസ്ഥനായിരിക്കും, അല്ലേ? ഇപ്പോഴുള്ള വീഡിയോകളിൽ തന്നെ ചിലപ്പോൾ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ എനിക്കതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടും, ചിലപ്പോൾ സമയപരിമിതി കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടുമൊക്കെ വീഡിയോയിൽ അത് പേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതെല്ലാം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ എൻ്റെ മനസ്സിൽ അതിന് ശരിയായിട്ടുള്ള ഉത്തരമുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്കൊരു ചാരിതാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ ഡാമിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അത് അറിവ് പരിമിതമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അക്കാര്യത്തിൽ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേക്കുറിച്ച് അറിയാമെങ്കിൽ അത് ദയവായിട്ട് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കഴിയുന്നിടത്തോളം വിശദമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആവശ്യമെങ്കിൽ നിങ്ങളെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാം. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതുപോലെയുള്ള വിവരങ്ങൾ നിരന്തരമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിജ്ഞാനപ്രദങ്ങളായിട്ടുള്ള വിവരങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.